വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. അപ്പോൾ ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ ടീ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടീ കേക്ക് മൈദപ്പൊടിയിലെ കേക്ക് ജെല്ല് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈദപ്പൊടിയിൽ കേക്ക് ജെല്ല് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിന് കുറച്ചും കൂടി നല്ലൊരു തിക്നെസ്സും നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടും കേട്ടോ. ബേക്കറികളിലൊക്കെ ഈ ഒരു ടീ കേക്കും അതുപോലെ തന്നെ സ്പഞ്ച് കേക്കും ഒക്കെ ഈ ഒരു കേക്ക് ജെല്ല് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ടീ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 150 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. അതായത് 1.25 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഗ്രാം അളവിലും കപ്പ് അളവിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് കേക്ക് ജെല്ല് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കേക്ക് ജെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടിയും ഈ ഒരു കോഴിമുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ജെല്ല് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഷുഗറൊക്കെ ഒരുമിച്ച് തന്നെ ഈ ഒരു കോഴിമുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ കേക്ക് ജെല്ല് ഈ ഒരു രീതിയിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. 100 ഗ്രാമിന് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് 1 കിലോൻ്റെ ടിന്നായിട്ട് വാങ്ങാം. കുറച്ചൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിൽ വാങ്ങിയാൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേക്ക് ജെല്ല് ചേർത്തിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഓവർ ബീറ്റ് ആയി പോവില്ലേ, എഗ്ഗിൻ്റെ സ്മെല്ല് വരില്ലേ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ജെല്ല് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ചെടുക്കുന്നത്. ഇനി സാധാ രീതിയിലുള്ള സ്പഞ്ചൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ജെല്ല് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു കേക്ക് റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ മിക്സാക്കി കൊടുക്കുന്നത്. നമ്മൾ സാധാ സ്പഞ്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്പാച്ചില വെച്ചിട്ടാണ് മൈദപ്പൊടിയൊക്കെ അതിലേക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പം ഈ ഒരു കേക്ക് ജെല്ല് ചേർക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം നല്ലോണം തന്നെ ബീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ക്രീം കളറിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നല്ല ക്രീമി ടെക്സ്ചറിലേക്കും വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതാ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ആ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഷുഗറൊക്കെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലോണം ബീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷുഗർ പൊടിച്ചിട്ട് ചേർത്തും കൊടുക്കാം കേട്ടോ, അതിനും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ആ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. ആ ഒരു റിബൺ കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിലേക്ക് ആവുന്നത് വരെ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാവുന്നത് വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എസെൻസും ഓയിലൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പൈനാപ്പിൾ എസെൻസ്, മിൽക്ക് എസെൻസ്, അതുപോലെ തന്നെ വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് എസെൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് പൈനാപ്പിൾ എസെൻസും വാനില എസെൻസും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണ് വാനില എസെൻസും 1 ടീസ്പൂണ് പൈനാപ്പിൾ എസെൻസും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ മിൽക്ക് എസെൻസ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂണ് വാനില എസെൻസും 1/2 ടീസ്പൂണ് പൈനാപ്പിൾ എസെൻസും 1/2 ടീസ്പൂണ് മിൽക്ക് എസെൻസും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു എസെൻസ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കേക്ക് മിക്സ് വെച്ചിട്ടാണ് ഈ ഒരു ടീ കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു വാനില എസൻസൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്ക് ജെല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു കേക്ക് ജെല്ലും കോഴിമുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ മൈദപ്പൊടിയും എല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ട് വരണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മളെ ഈ ഒരു കേക്ക് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം 1.25 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലോറിലേക്ക് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല.
മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ മാത്രമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അരിച്ച് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ രീതിയിൽ കേക്ക് സ്പഞ്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ അരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തതെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാനിവിടെ കേക്ക് മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 9 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടില്ല. അതിന് പകരം അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മോൾഡിൽ നിന്ന് കേക്ക് നമുക്ക് വിട്ട് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ബാറ്ററിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് കേട്ടോ എനിക്കിത് ഈ ഒരു കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് സമയം വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഓവൻ്റെ ചൂടിൽ സമയത്തിലും വ്യത്യാസങ്ങൾ വരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ ഞാൻ ഇത് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കേക്ക് തലേ ദിവസമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്ക് ഏതും നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ അരികുവശം 4 വശം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലുള്ള ആ ഒരു മുരിഞ്ഞ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഉള്ളിലൊന്നും ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി ചില കേക്കുകളൊക്കെ ഒരു യെല്ലോയിഷ് കളറായിരിക്കുമല്ലേ ഉണ്ടാവുക. അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററിലേക്ക് 1-2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു തിക്നെസ്സൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ കടകളിൽ നിന്നൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കേക്ക് ജെല്ല് ചേർക്കാതെ നമുക്ക് ഈ ഒരു ടീ കേക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ചിലവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേക്ക് ജെല്ല് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കാണിക്കുമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ കേക്ക് ജെല്ല് ചേർക്കുമ്പോഴാണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ തിക്നെസ്സോട് കൂടിയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കടകളിൽ നിന്ന് വാങ്ങാതെ നമുക്കിതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കേക്ക് മിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ടീ കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അധിക പേരും കേക്ക് മിക്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് ചെയ്തെടുക്കാറുള്ളത്. നമുക്കിപ്പോൾ വാനില കേക്കിൻ്റെയും അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പ്രീമിക്സ് ഇപ്പോൾ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു ടീ കേക്ക്, മഫിൻസ്, ക്യാരറ്റ് കേക്ക്, പ്ലം കേക്ക് ഇതിൻ്റെയൊക്കെ പ്രീമിക്സ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ചുരുക്കം ചിലർ മാത്രമാണ് കേട്ടോ ഈ മൈദപ്പൊടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.